മസാല ബോണ്ട് ഇടപാടിലെ ഇ.ഡി. സമൻസിനെതിരെ കിഫ്ബിയും മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി ഫിനാൻസ് DGM ഇ.ഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. വിനിത വി.ജി. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിനിത, ഇന്ന് ഈ കോടതി പരിഗണിക്കാൻ പോകുന്ന ഹർജികൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എപ്പോഴാണ് ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തുക? തീർച്ചയായും ഗോപി, അല്പസമയത്തിനകം തന്നെ ഈ കേസുകൾ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ കിഫ്ബിയുടെ ഫിനാൻസ് DGMനെ ഇ.ഡി. ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് കോടതിയെ അറിയിച്ചേക്കും. ഒപ്പം തന്നെ ഈ ഇ.ഡിയുടെ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടാണ് മുൻ ധനമന്ത്രി ടി.എം. തോമസ് ഐസക് ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനിടയിൽ ഈ 12-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ.ഡി. സമൻസും നൽകിയിരിക്കുകയാണ്. എന്നാൽ ഈ ഹാജരാവുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇ.ഡി. ഇന്ന് കോടതിയെ അറിയിക്കും. വീണ്ടും തോമസ് ഐസക്കിനെ സമൻസ് നൽകിയ കാര്യം, ഒപ്പം തന്നെ ഹാജരാകണം വിളിപ്പിച്ചിട്ടുള്ള കാര്യമൊക്കെ ആയിരിക്കും അറിയിക്കുക. നേരത്തെ ഈ കാര്യത്തിൽ ഇനി കോടതി എന്ത് തീരുമാനം പറയുന്നോ അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്നായിരുന്നു തോമസ് ഐസക്കും വ്യക്തമാക്കിയിട്ടുണ്ടാവുക. ഈ കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടിലേക്ക് ഇന്ന് കോടതി എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് 6-ാം തവണയാണ് തോമസ് ഐസക്കിന് ഇ.ഡി. വീണ്ടും നോട്ടീസ് നൽകുന്നത്. ഈ 12-ാം തീയതി ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ ഹാജരാകണമെന്നാണ് ആ നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് കോടതി പരിഗണിക്കും. വിനിത വി.ജിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.